ഇതെന്തൊക്കെയാ പറയുന്നത്? അമ്മ പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഭദ്രയെ പ്രണയിച്ചിരുന്നു, ഇപ്പോഴും പ്രണയിക്കുന്നു. പക്ഷെ അത് നിങ്ങൾ കരുതുന്ന പോലെ ഈ ഭദ്ര ബാലകൃഷ്ണനെ അല്ല. രേവതി നന്ദു ഞെട്ടിലോട് ദേവനെ നോക്കി. അതെ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ പ്രണയിച്ച ഈ ഭദ്രയെ അല്ല. അലറിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എന്നാ പറ, ഞങ്ങളോടെല്ലാം നീ പറഞ്ഞിരുന്ന സുന്ദരിയായ നർത്തകിയായ ആ ഭദ്ര ആരാണ്? അമ്മ കോപത്തോട് ചോദിച്ചു. ദേവഭദ്ര, അവളാ എന്റെ പെണ്ണ്. നൃത്തത്തെ ജീവനായി കരുതിയ എന്റെ ഭദ്ര അത് ഇവളല്ല, എന്റെ ദേവുട്ടിയ. ഈ അനന്തന്റെ ഭദ്ര അത് അവളാ, ദേവഭദ്ര ശ്രീനിവാസൻ. അനന്തു, നിന്റെ ഇഷ്ടത്തിന് തട്ടിക്കളിക്കാനുള്ള പാവയല്ലേ ഇവള്. പിന്നെ എന്തിനാണ് നീ ഇവളെ സംരക്ഷിച്ച്? പിന്നെ എന്തിനാണ് ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് നീ തള്ളി അവസാനാക്കി? പറയടാ, പറയാ. രേവതി കോപം കൊണ്ട് വിറച്ചു. വാക്കൊടുത്തുപോയി. ഇവളുടെ അച്ഛൻ ബാലകൃഷ്ണൻ ഡോക്ടർക്ക് വാക്കൊടുത്തുപോയി അമ്മേ, ഇവളെ സംരക്ഷിച്ചോളാമെന്ന്. വാക്കൊടുത്താ പാലിക്കണമെന്ന് അമ്മ തന്നെയല്ലേ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഞാൻ ഈ ഭദ്രയെ സ്നേഹിക്കുന്നില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. സത്യം അവൾക്കറിയാലോ. അമ്മ ചോദിച്ചു നോക്ക്. പറയേച്ചി, ഏട്ടൻ പറഞ്ഞ സത്യമാണോ? നന്ദൂട്ടി ഭദ്രയോടായി ചോദിച്ചു. അതെ, ഒറ്റ വാക്കിൽ ഭദ്ര മറുപടി നൽകി. ഓഹോ, അപ്പൊ നീ ഞങ്ങളെല്ലാം പൊട്ടന്മാരാക്കായിരുന്നു അല്ലേ? ഇനി ഈ പെൺകുട്ടി എന്ത് ചെയ്യണം? അതുകൂടെ പറഞ്ഞാ നീ? രേവതി ചോദിച്ചു. ഞാൻ എന്തിനാ നിങ്ങളെ പൊട്ടന്മാരാക്കുന്നത്? ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇവളെ സ്നേഹിക്കുന്നതെന്ന്. എല്ലാം നിങ്ങൾ ഊഹിച്ചെടുത്താ. ഇവളോട് എനിക്കൊരു ദേഷ്യവും വൈരാഗ്യവും ഇല്ല. ഇവളെ ഞാൻ സംരക്ഷിച്ചോളാം. നല്ലൊരു ജീവൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എന്റെ അവസാന ശ്വാസം വരെ ഒരു പോറൽ പോലും പറ്റാൻ ഞാൻ നോയിക്കോളാം. വേറൊന്നും എനിക്കറിയില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. ചിരിയോടെ നന്ദു രേവതിയും ദേവനെ നോക്കി. എന്റെ മോൻ ടെൻഷനായി. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേടാ. എനിക്കറിയാം എന്റെ മോനെ. പക്ഷെ അമ്മ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വാക്ക് കൊടുത്തുപോയി ഇവളെ നിന്നെ കൊണ്ട് കെട്ടിക്കാന്ന്. ആ വാക്ക് എനിക്ക് പാലിക്കണം. പക്ഷെ ഇപ്പൊ ഭദ്ര പറയുമ്പോഴാണ് ഞാൻ സത്യം അറിയുന്നു. ഇന്നു മുതൽ ഇവള് നമ്മുടെ വീട്ടിൽ നിൽക്കും. മോനെതിരൊന്നും പറയരുത്. ഓഹോ, നടക്കില്ല അമ്മ, നടക്കില്ല. വീട്ടിൽ നിർത്തുന്നതിന് എനിക്ക് എതിർപ്പില്ല. പക്ഷെ മറ്റൊന്നിനോട് പറയരുത്, അത് മാത്രം നടക്കില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ പിന്നെ ഞാനും കൂടെ. കാറിൽ നിന്ന് മറ്റൊരു പെൺകുട്ടി തലയിട്ടുകൊണ്ട് പറഞ്ഞു. സുൽത്താൻ നേരെ ചെന്നിടിച്ച് വൈശാഖന് കൂട്ടുവന്ന അവന്റെ അനിത്യയായിരുന്നു വൈദേഹി. ഒരു സുന്ദരിയായ മൊഞ്ചത്തിക്കുട്ടി. ഒരു നിമിഷം എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി. വൈദേഹിയുടെ ബാലൻസ് പൂർണ്ണമായി നഷ്ടമായിരുന്നു. എന്നാൽ താഴേക്ക് വീഴുന്നവനെ അവളുടെ കൈകളിൽ സുൽത്താൻ ബലമായി പിടിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ആ ലൈനല്ലേ? എന്നാൽ ഇവിടെ ഒന്നും നടക്കൂല. കാരണം ഇത് സുൽത്താനും വൈദേഹിയുമാണ്. എവിടെ നോക്കിയാടി നടക്കുന്നത്? സുൽത്താൻ ആ ചോദ്യത്തിന് മൗനം മാത്രമായിരുന്നു വൈദേഹിയുടെ മറുപടി. എന്താടി നിന്നെ നാവർക്കിപ്പോയോ? ലോറി പായുന്ന പോലെയാണോ പായുന്നത്? ഇതൊരു ആശുപത്രിയാണെന്ന ബോധമല്ലേ? നീ എവിടെ നോക്കിയാ നടക്കുന്നേ? ഇങ്ങളെ നോക്കി. ഒറ്റ കണ്ണിറുക്കിക്കൊണ്ടുള്ള അവളുടെ ആ മറുപടി സുൽത്താൻ ഒന്ന് വിയർത്തു. സുൽത്താൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഇങ്ങനെ നോക്കില്ലേ ഇനി നാണം വരുന്നു. മുഖം കൈകളാൽ പൊതിഞ്ഞോണ്ട് വൈദേഹി പറഞ്ഞു. ദേ പെണ്ണെ, ചെവിക്കല്ല് നോക്കി തന്നാ തീരാവുന്നേ ഉള്ളൂ നിന്റെ ഈ പ്രേമവും മണ്ണാങ്കട്ടൊക്കെ. പെണ്ണായതുകൊണ്ട് മാത്രം വെറുതെ വിടാൻ ഞാൻ. പല്ല് കടിച്ചാൻ പറ്റിക്കൊണ്ട് സുൽത്താൻ പറഞ്ഞു. എന്റെ ഇക്കു, നിങ്ങളുടെ ഈ ദേഷ്യം ഉണ്ടല്ലോ, അതാ നിങ്ങളെ മൊഞ്ച്. വേറെ എവനെയിലാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ഈശ്വര പ്രാർത്ഥന ഞാനങ്ങ് ചൊല്ലിക്കൊടുത്തേന്. എന്ന് എന്റെ ഇക്കു പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. തലണി തല്ലിക്കോ. നമുക്ക് ഈ നാണം മാനം ഉളുപ്പൊന്നുമില്ല. പിന്നെ എന്റെ റോൾ മോഡല് കാഞ്ഞിരപ്പള്ളിക്കാരൻ കുഞ്ഞുഞ്ഞാച്ചായനാ. അതുകൊണ്ട് ഈ കൽബിൽ കയറി ഒരുത്തൻ ഈ നിൽക്കുന്ന മുഹമ്മദ് സുൽത്താനാണ്. ഞാൻ നിങ്ങളെ കൊണ്ടേ പോവും. അത് ശരിയാ, നീ കൊണ്ടിട്ടേ പോവൂ. നിന്ന് ഡയലോഗ് അടിക്കാതെ ഇറങ്ങിപ്പോടി. നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. വൈദേഹി, കണ്ട അലവലാതിലൂടെ സംസാരിച്ചാൽ ഇങ്ങോട്ട് വാടി. വൈശാഖൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. ഒച്ചൽപ്പ് ഉയർന്നിരുന്നു. വൈദേഹി വൈശാഖനെ തിരിഞ്ഞു നോക്കി. അവളുടെ പാതിയായി നിന്നുകൊണ്ട് തലചരിച്ച് സുൽത്താനൊരു നോട്ടം നോക്കി. യാ മോനെ, ഒരു ടെറർ ലുക്ക്. എന്നാൽ വൈദേഹിയുടെ മറുപടി എല്ലാവരും ചിരി വരുത്തി. ഒന്ന് മിണ്ടാട് കിടക്ക് വേട്ടാവളിയാ. ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചൊന്ന് അടി വാങ്ങുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. എന്നിട്ട് ഒരു ഉളുപ്പില്ല ഡയലോഗ് അടിക്കുന്ന നിന്നോട് എനിക്ക് പുച്ഛം, അൾട്ടിമേറ്റ് പുച്ഛം. ഏട്ടനാണ് പോലും ഏട്ടൻ. ഇത് കേട്ടാ പിന്നെ കിച്ചുവിന്റെ അവസ്ഥ ഊഹിക്കാലോ. ഇത് നീ അവളുടെ അണ്ണാക്കിൽ കോലിട്ടിളക്കി വാങ്ങിയതാ, അനുഭവിച്ചോ എടീ, വൈശാഖൻ പറഞ്ഞു. എന്താടാ, മിണ്ടാട് കിടന്ന കഞ്ഞികൾ കിട്ടും. ഇല്ല ഞാൻ എന്റെ കാര്യം നോക്കി പോകും. പിന്നെ പട്ടിണി എടുക്കേണ്ടി വരും. പറഞ്ഞത് വേണ്ട. സുൽത്താനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു അവളത് പറയുന്നു. അപ്പോഴേക്കും സുൽത്താൻ പോയിരുന്നു. നശിപ്പിച്ച് പോയി പോയി കാലമാണ്. ഒരു 2 മിനിറ്റ് സൊള്ളാനേക്കാത്ത തിണ്ടി. അതും പറഞ്ഞുകൊണ്ട് ഒടിഞ്ഞ കാലിൽ അമർത്തി ഇടിയം കൊടുത്തു. പിന്നെ അമ്മയെന്നൊരു ഒച്ച മാത്രം. വൈദൂട്ടി റോക്സ്. ഇതാണ് അനിയത്തി, ഇതാവണമെടാ അനിയത്തി. എന്നാ പിന്നെ ഞാനും കൂടെ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കി. ആരാണെന്നല്ലേ? അമരാവതിയിലെ ഇളയപുത്രി, രുദ്രന്റെ പൊന്നുപെങ്ങൾ രൂപ ജിതേന്ദ്രൻ. രൂപ, നീ എന്താ ഇവിടെ?
പെട്ടെന്ന് ദേവന്റെ ചോദ്യത്തിൽ അവളൊന്ന് പരിങ്ങി. അത് ദേവട്ടെ രൂപ ഞാൻ പറയാം. ഞാനും ഭദ്രയും കൂടെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ബാഗുമായിട്ട് അവൾ ഓടി വരുന്നത്. നേരെ വന്ന് എന്റെ കാലിൽ വീണു. അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ ഞാനും അനുഗ്രഹിച്ചു. രേവതി എന്തുവാ അമ്മ? കൈമലത്തിക്കൊണ്ട് ദേവൻ ചോദിച്ചു. നീ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിന്റെ ഏട്ടനോട് ചോദിക്കും. ചെറുക്കൽ ദേവദത്തിനോട്. എന്റെ മോനായോണ്ട് പറയില്ല. അവനെ പോലൊരു ഉടായിപ്പിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോനൊന്ന് തേക്കാൻ നോക്കിയതാ, പക്ഷെ ഏറ്റില്ല. ഈ കൊച്ചു പെട്ടിയും കിടക്കേട്ട് ഇങ്ങ് വന്നു. എന്നിട്ട് അമ്മ അവളെ അങ്ങ് സ്വീകരിച്ചു അല്ലേ? അമ്മയുടെ ഭാഗത്തുനിന്ന് മറുപടി വന്നില്ല. മോളെ രൂപ, ഏട്ടൻ പറയുന്നേ ഉള്ളൂ. മോള് തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്ത് പ്രശ്നമാണെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. സൗമ്യമായി ദേവൻ പറഞ്ഞു. സോറി ഏട്ടാ, ധിക്കരിക്കാനും തോന്നരുത്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. അച്ഛൻ വേറെ കല്യാണം ഉറപ്പിച്ചു. എനിക്ക് ഇഷ്ടമല്ല ആ മാക്രിത്തലേന്. അവന്റെ നോട്ടവും പാവും. ഇന്ന് അയാൾ വീട്ടിലേക്ക് വരുന്നു പറഞ്ഞു. എനിക്ക് അവിടെ നിൽക്കാൻ ധൈര്യമില്ല. ദീക്ഷേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. രുദ്രേട്ടനോട് പറഞ്ഞിട്ടാ ഞാൻ വന്നു. ഏട്ടൻ സ്ഥലത്തില്ല. ഏട്ടനാ പറഞ്ഞു നീ ചരക്കിലേക്ക് ചെല്ലും, അവിടെ ദേവനുണ്ട്, അവൻ നോക്കിക്കോളുന്നു. എനിക്ക് പേടിയാ അയാള്. അയാൾക്ക് എന്നെയല്ലേ വേണ്ടത്, എന്റെ പേരുള്ള സ്വത്തും മുതലും. പിന്നെ എനിക്ക് ദീക്ഷേട്ടനല്ലാതെ മറ്റാരെയും ആ സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല. പ്ലീസ് ഏട്ടാ, എന്നെ തിരിച്ച് പറഞ്ഞേക്കരുത് പ്ലീസ്. അവളെ പെങ്ങളായി കണ്ട ദേവന് അവിടെ കണ്ണുനീർ കാണാനുള്ള ശേഷി ഇല്ലായിരുന്നു. ദേവൻ വേഗത്തിൽ രുദ്രനെ വിളിച്ചു. അളിയ, ഞാൻ സ്ഥലത്തില്ല. അപ്പം പണിഞ്ഞതാ, നാളെ വരുള്ളൂ. എന്റെ പെങ്ങളെ നീ നോക്കും, അതെനിക്കറിയാം. പൂർണ്ണ സമ്മതാ. ദച്ചുവേട്ടന്റെ പെണ്ണായിട്ട് എന്റെ പെങ്ങളെ തരാം. ശരിയടാ, നോക്കിക്കോണേ. ഇതായിരുന്നു രുദ്രന്റെ മറുപടി. അങ്ങനെ അവർ ചിറക്കൽ തറവാടിലേക്ക് യാത്ര തിരിച്ചു. വൈദേഹി വന്ന മുതൽ സുൽത്താൻ മുങ്ങി. ഇപ്പോൾ ജസ്റ്റിയാണ് കൂട്ട്. എടാ കിച്ചു, പറഞ്ഞാടാ ഏതാടാ ആൻമരി? പ്ലീസ് പറഞ്ഞതാടാ. അന്നാമയെ കുറിച്ച് അറിയാനുള്ള സോപ്പിലാണ് ജസ്റ്റി. അളിയ ഇവിടെ ഇവിടെ ഒന്ന് ചൊറിയുന്നു. അത് നന്നായി മുതലാക്കുവാണ് നമ്മുടെ കിച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി നമ്മുടെ അന്നാമ്മ അവിടേക്ക് വരുന്നത്. അത് നേഴ്സിന്റെ രൂപത്തിൽ. ഒരു മാലാഖയെ പോലെ തോന്നി ജസ്റ്റിക്ക് അവളെ കണ്ടപ്പോൾ. വൈദു, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഓ, പുന്നാരാങ്ങൾ കൂട്ടുവന്നല്ലേ? നിന്റെ ഏട്ടൻ കാണിച്ച പണിക്ക് തല്ലിക്കൊന്ന് കൊക്കയിൽ താഴ്ത്തണം. സിറിഞ്ചിലേക്ക് മരുന്നേറ്റുമ്പോൾ അന്നമ്മ പറഞ്ഞു. നീ നിന്റെ പണി നോക്കിയാൽ മതി, ഒരുപാട് ഡയലോഗൊന്നും വേണ്ട. ഉടനെ വൈശാഖന്റെ മറുപടിയും എത്തി. വായും പൊളിച്ച് നോക്കിയിരിപ്പാണ് പിന്നെ നമ്മുടെ ജസ്റ്റി. ആഹാ, ആണോ? എന്റെ പണിയെ കാണിച്ചു തരാം. അതും പറഞ്ഞ് ആദ്യം വലതുകയിൽ കുത്തി. അയ്യോ, ഞരമ്പില്ല. അതും പറഞ്ഞുകൊണ്ട് ഇടതുകയിൽ കുത്തി. അയ്യോ സേട്ടാ, ഇവിടെ ഇല്ല. ഓൻ തിരിഞ്ഞിടുന്നേ. പ്രതികാരം അത് വീട്ടാനുള്ളതാ. തിരിയാനൊന്നും പറ്റില്ല, നീ കയ്യിൽ കുത്തിയാൽ മതി. ഈ ഞരമ്പ് രോഗിയുടെ ഞരമ്പൊന്നും കാണുന്നില്ല. എല്ലാം ഇന്നലെ ദേവേട്ടം വെള്ളാക്കിയെന്ന് തോന്നുന്നു. തിരിഞ്ഞെടുക്കണോ? ഒറ്റ തള്ളി വൈശാഖനെ തിരിച്ചെടുത്തി ഒറ്റ കുത്ത്. അപ്പോഴാണ് കിച്ചുവിനെ കാണുന്നത്. എടാ കിച്ചു, നീയുണ്ടോ? ഇത് കോഴിവാടാക്കി ഭർത്താവേ, എല്ലാം ഉണ്ടല്ലോ. അന്നമ്മ കളിയാലെ പറഞ്ഞു. വന്നപാടെ ജോലിയിലടി. നീ എപ്പോഴാ ലാൻഡായത്? അപ്പച്ചനും അമ്മച്ചി എന്നാ പറയുന്നടി? അവരൊക്കെ അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലാടാ. ഈ ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞേ വരത്തുള്ളൂ. അല്ല, നിന്റെ കൈക്കെന്നാ പറ്റിയതാ? ഓ, ഒന്നും പറയണ്ട. ഒരു മരപ്പട്ടി ഓടിച്ചാ. ആളെ തൊട്ട് കാണിക്കില്ല, വേണേ തൊപ്പി കാണിക്കാം. വൈശാഖനെ നോക്കിയാണ് കിച്ചു അത് പറഞ്ഞത്. ഓ, വേണോന്നില്ല, മനസ്സിലായി. കൂട്ടുകാരനാണ്. ഇതിനു മുന്നേ കണ്ട പരിചയമില്ല. ഇവനെ നിനക്കറിയില്ല. നിന്നെ കണ്ട അന്ന് മുതൽ അവനൊരു ഇളക്കം. നിനക്ക് ആളെ മനസ്സിലായില്ലടി? എടി ജസ്റ്റിനാടി, ജസ്റ്റിൻ ദേവസ്യ. എളുപ്പത്തിൽ മനസ്സിലാവണേ. നീ പണ്ടൊരു മഴക്കാലത്ത് തോട്ടിപ്പെട്ടപ്പോ നിന്നെ പൊക്കിയെടുത്ത ബാഹുബലി. ജസ്റ്റി, സോറിയടാ, എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. പാടോ, തനിക്ക് വലിയ മനസ്സാ. ജസ്റ്റിന് നെഞ്ചിൽ ലഡുപൊട്ടി പൊങ്ങി പൊങ്ങി ആകാശമെത്തി. ഇപ്പോഴും തനിക്ക് ആ മനസ്സുണ്ടെന്ന വിശ്വാസത്തോടെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ? അതിനെന്താ മരിയ, ചോദിച്ചോളൂ. കോളർ ഒതുക്കിക്കൊണ്ട് ജസ്റ്റ് ചോദിച്ചു. അല്ല ജസ്റ്റി, ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുപ്പി ചോര. ഇവളെന്താ യക്ഷിയോ എന്ന മട്ടിൽ ജസ്റ്റി നോക്കി. അതിലും കോമഡി, ജസ്റ്റി ഒരു സൂചിമോനാണ്. അപ്പൊ ഇല്ലാത്ത ബോധം പോവാൻ ഗെറ്റ് റെഡി. നവ്യ രൂപയെയും ഭദ്രയും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സ്വീകരിച്ചു. രൂപയും ഭദ്രയും വീടാ കണ്ണോടിച്ചു. സ്വീകരണ മുറിയിൽ അവർ ആകർഷിച്ച് വലുതായി ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ഫാമിലി ഫോട്ടോയായിരുന്നു. മുത്തച്ഛൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, ദാസേട്ടൻ. ദാസേട്ടനോട് ചേർന്ന് നിൽക്കുന്ന ഗർഭിണിയായ നവ്യ. കൂടെ ദച്ചുവേട്ടനും ദേവനും. അവർക്ക് നടുവിലായി നന്ദൂട്ടി. ദേവൻ അച്ഛന്റെ പുറകെ ചുമലിൽ കൈവച്ച് ചിരിച്ച മുഖത്തോടെ അതിൽ ദേവന്റെ നുണക്കുഴി വ്യക്തമായി കാണാം. ഈ ഫാമിലി ഫോട്ടോ ആയിരുന്നു അവിടെ തൂക്കിയിട്ടിരുന്നത്. അപ്പോഴാണ് വീട്ടിലെ മറ്റംഗങ്ങൾ സ്വീകരണ മുറിയിലേക്ക് വരുന്നത്. രൂപ സ്ഥിരം അടവ് തുടങ്ങി. മുത്തശ്ശ, എന്നെ അനുഗ്രഹിക്കണം. മുത്തശ്ശി, എന്നെ അനുഗ്രഹിക്കണം. അച്ഛ, എന്നെ അനുഗ്രഹിക്കണം. ഇത് കണ്ട് കുട്ടിക്കൽപ്പം വട്ടുണ്ടെന്ന് സംശയം ഇല്ലാതില്ല. ദാസേട്ടന്റെ കാൽക്കിലേക്ക് ഓടി വരുമ്പോഴേക്കും ദാസേട്ടൻ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്തതായി ഏടത്തിയമ്മ നവ്യാണ് ലക്ഷ്യം. അത് മനസ്സിലാക്കി നവ്യ ദാസേട്ടന്റെ പുറകിലേക്ക് മറിഞ്ഞു. എന്റെ കുട്ടി മതി, ചിരിയോടെ രേവതി പറഞ്ഞു. അവളുടെ പെരുമാറ്റം കണ്ട് അന്തം വിട്ട് നിൽപ്പാണ് എല്ലാവരും. ഭദ്ര എല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകി. അവർ തിരിച്ചു. അവിടെയുള്ള മൗനം ഭേദിച്ച് നമ്മുടെ മുത്തുവായിരുന്നു.
അല്ല ഇതൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് കള്ള ഡോക്ടറും തെമ്മാടി എവിടെ പോയി? ദേവൻ അറിഞ്ഞു. ദച്ച് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ഇവളുടെ വരവ്. അറിഞ്ഞാവും മുങ്ങും, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല. രേവതി കളിയാലെ പറഞ്ഞു. അല്ല രേവതി, നീ ഇത് എന്ത് ഭാവിച്ച? അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഒരു താലി കൂടി കെട്ടാതെ എനിക്കെന്തോ ഇത് ശരിയായി തോന്നുന്നില്ല. ജിതേന്ദ്ര അറിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ. ദേവനാരായണൻ കസേരയിലേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു. ദേവേട്ട, പണ്ട് നമ്മൾ പ്രണയിച്ചിരുന്ന സമയം ഞാൻ അഭയം ചോദിച്ചു വന്ന് ഈ നിൽക്കുന്ന എൻ്റെ അമ്മായിയമ്മയുടെ അടുത്തേക്കാണ്. അന്ന് അമ്മേനെ സ്വീകരിച്ചിരുന്നെങ്കിൽ അതോടെ തീർന്നതിനല്ല. അന്നത്തെ എന്നെയാണ് ഇന്ന് ഞാൻ ഈ 2 കുട്ടികളും കാണുന്നു. എൻ്റെ മക്കളെ സ്നേഹിച്ച കുട്ടികളാണ്. അവരെ പോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടപ്പെടുന്ന അമ്മയാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് വിഷമാവുന്നൊന്നും ഈ രേവതി ചെയ്യില്ല. അവരുടെ ഇഷ്ടം ഇതാണെങ്കിൽ അത് നടക്കേണ്ടതാണ്. പ്രതിസന്ധികൾ പലതും വരുമ്പോൾ ഇപ്പൊ നമ്മളിവരെ കൈവിട്ടാൽ നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടമാണ്. അതൊരിക്കലും ഉണ്ടാവരുത്. ഇന്നും തന്റെ ശരികൾ കൂടെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. ദച്ചുവിനോടുള്ള വിശ്വാസം ആനന്ദമില്ല എനിക്കില്ല. താൻ സംസാരിച്ചവനോട് സംസാരിച്ചു 100 വട്ടം സമ്മതം ഭദ്രയോട് നിർത്തുന്നതിൽ. ഇതോടെ എല്ലാം ശരിയാവും. എന്റെ മോനെ പഴയ ആനന്ദമായി മാറ്റാൻ ഭദ്രക്ക് സാധിക്കും. ആ ഉറപ്പ് എനിക്കുണ്ട്. പിന്നെ ദച്ചുവിനേക്കാൾ എന്തുകൊണ്ടും ആനന്ദനെ വിശ്വസിക്കാൻ. വരട്ടെ നിങ്ങളുടെ ഡോക്ടർമാർ, ഒരു പണി ഞാൻ കൊടുക്കുന്നുണ്ട്. രേവതിയും താങ്ങിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും ചിരിയോടെ എഴുന്നേറ്റു. മോളെ നന്ദുട്ടി ചെല്ല്, ഭദ്രയ്ക്ക് രൂപക്ക് മുറിയൊരുക്കി കൊടുക്ക്. അതിപ്പോ എന്തു വയ്ക്കാനാ? ഭദ്രേജി ഗോ അപ്സ്റ്റെയർ, ലെഫ്റ്റ് സൈഡ് ഫസ്റ്റ് റൂം, അതാണ് ദേവേട്ടന്റെ മുറി. രൂപേജി ഗോ അപ്സ്റ്റെയർ, ലെഫ്റ്റ് സൈഡ് സെക്കൻഡ് റൂം, അതാണ് ദച്ചുവേട്ടന്റെ മുറി. സോ സിമ്പിൾ മമ്മി. നന്ദുട്ടി കൂളായി പറഞ്ഞു. ദച്ചുവിന്റെയും ദേവന്റെയും മുറിയിലേക്കല്ല, നിന്റെ മുറിയിലേക്ക്. മക്കളെ ഗോ അപ്സ്റ്റെയർ, ലെഫ്റ്റ് സൈഡ് തേർഡ് റൂം. രേവതിയമ്മ റോക്സ്. കല്യാണം കഴിഞ്ഞിട്ട് മതി ഒരു മുറിയിലേക്കുള്ള മാറ്റം. പിന്നെ ചേച്ചിയല്ല ഏടത്തി. കേട്ടോടി കുറുമ്പി. 1, 2, 3. ഇതിപ്പോ 2 countries സിനിമയിൽ ദിലീപേട്ടൻ പറയുന്ന പോലെ ഞാൻ ചോദിക്കേണ്ടി വരുമല്ലോ. ഹൗ മെനി ഡോട്ടർ ഇൻ ലോസ് യു ഹാവ്? ഐ വാണ്ട് ദി കംപ്ലീറ്റ് ലിസ്റ്റ് ബിഫോർ ദി സൺറൈസസ്. കയറി പോകുന്നോ അതോ ചെവി ഞാൻ പൊന്നാക്കണോ? വേണ്ടായിട്ടാ. സോ നവ്യെടുത്തി വലിയെടുത്തി, രൂപേജി കൊച്ചെടുത്തി, ഭദ്രേജി കുഞ്ഞെടുത്തി. സെറ്റ്. അപ്പൊ മുറിയിട്ടത് എടുത്ത് കമോൺ ഫോളോ മീ. തന്തൂട്ടിന്ന് ഫുൾ പവറില്ല. അന്ന് രാത്രി ദേവം വരുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. വീടിന്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു രൂപം. കുടിച്ചു ബോധമില്ലാതെയാണ് നമ്മുടെ തെമ്മാടിയുടെ വരവ്. അതിനിടയിൽ ഇതാരാണ് ഈ രൂപം? ആരാടാ അത്? കുഴഞ്ഞുകൊണ്ടുള്ള നാവോടെ ദേവം വിളിച്ചു. എന്നാൽ മറുപടി ഒന്നില്ല. നിന്നോടാ ചോദിക്കുന്നത്? ആരാടാ നീ? മര്യാദക്ക് പറയുന്നോ അതോ ഞാൻ അങ്ങോട്ട് കയറി വന്ന് പറയിപ്പിക്കണോ? എന്നാൽ അതിനും എന്ന ശബ്ദം മാത്രമായിരുന്നു മറുപടി. ഇവനെ ഇന്ന് ഞാൻ. അതും പറഞ്ഞുകൊണ്ട് ആ രൂപത്തിനടുത്തേക്ക് ചെന്ന് ശൂശു ചൂണ്ടിയ വിരലൊന്ന് പിടിച്ച് മടക്കി കൂമിനിട്ട് 2 ഇടിയും കൊടുത്തു. പറയടാ, ആരാടാ നീ? ചെറുക്കൽ ചെറുപാടിൽ കയറാൻ മാത്രം ധൈര്യമുള്ള കള്ളനോ? വീണ്ടും ഇടിക്കാനായി കൈയുയർത്തുമ്പോഴേക്കും ഒച്ച പുറത്തു വന്നു. അയ്യോ, ഇനി ഇടിക്കലടാ മഹാഭാവി, ഞാൻ നിന്റെ ഏട്ടനാണ് ദച്ചു. ഓ മൈ ഡിയർ ബ്രോ, ഐ ലവ് യു. ദച്ചുവിനെ കെട്ടിപ്പിടിച്ച് മുത്തിക്കൊണ്ട് ദേവൻ പറഞ്ഞു. നാറിയിട്ട് പാടില്ല. ഏത് കൂതറ ബ്രാൻഡഡ് അടിച്ച് പൂമ്പിടിച്ചിട്ട് വാട്ടിട്ട് മറ്റേ ഐ ലവ് യു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ചേട്ടനെന്താ പുറത്ത് നിൽക്കുന്ന? അകത്ത് പോവാം വാ. അതും പറഞ്ഞുകൊണ്ട് ഓർണെടുത്ത് പോകാൻ നിന്ന ദേവനെ തെച്ച് തടഞ്ഞു. എന്താണ് മനുഷ്യൻ, രാത്രി നേരത്ത് നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? ദച്ചുവിന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് ദേവൻ പറഞ്ഞു. എടാ, ഒരു പ്രശ്നമുണ്ട്. അകത്ത് രൂപയുണ്ട്. ആ വീട്ടിൽ നിന്ന് ചാടിയെന്ന് രുദ്രൻ വിളിച്ചു പറഞ്ഞപ്പോഴാ ഞാൻ കാര്യം അറിയുന്നത്. അമരാവതിയിൽ എത്തിക്കണ്ടപ്പന്മാർ എന്നെ തിരക്കി നാടുനില നടക്കണമെന്ന് അറിഞ്ഞപ്പോ മുങ്ങിയതാ ഞാൻ. പിന്നെ ഇപ്പോഴാ പൊങ്ങുന്നു. അപ്പനെല്ലാം അറിഞ്ഞാണ്. കൊന്നു കളയോ അങ്ങേര് പേടിച്ചിട്ട് മുട്ടു വറക്കുക. അയ്യേ, തറവാടിന് അപമാനം ഉണ്ടാക്കാം. ഞാൻ അറിഞ്ഞതാ. ഞാൻ അവളെ വീട്ടിലാക്കിയത്. ഒട്ടും ഭാവിത്യാസല ദേവം പറഞ്ഞു. ഓഹോ, അപ്പൊ നീയാണ് എന്നെ ചായച്ച് അല്ലേ? കാണിച്ചിടാ. രൂപ മാത്രല്ല, നിന്റെ പെണ്ണുണ്ട് ഭദ്ര. കിട്ടുമ്പോ നിനക്കും കിട്ടും. ഞെട്ടിയില്ലേ? ഓലക്കേടാ മൂട് ഇങ്ങനെ കൊണ്ട്. എടോ മനുഷ്യ, അവളെയും ഞാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ നിങ്ങളെ പോലെ പ്രണയിച്ചടക്കാനൊന്നും എന്നെ കിട്ടില്ല. അത് വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ച. അവള് തൽക്കാലം ഇവിടെ നിൽക്കും, അത്ര തന്നെ. അല്ലാതെ നിങ്ങളെ പോലെ തേക്കാൻ നോക്കിയതല്ല. ഏട്ടാ ഭയങ്കര. അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നല്ലേ? തേച്ചതല്ലടാ ഞാൻ. ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു അവൾ വിളിക്കുമ്പോൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് കത്തിയും തൂക്കാൻ നിൽക്കുന്ന അവിടെ അപ്പനും ആങ്ങളമാരും. അവിടെ നിന്ന് ഓടി ഓട്ടം. ദേവിയെ ചെന്ന് നിന്ന് മോർച്ചറിലായിരുന്നു. ഇത്രയും നേരം ശവങ്ങൾക്കൊപ്പം ആയിരുന്നടാ ഞാൻ ഇരുന്ന്. വെറുതെ അല്ല, നാറിയിട്ട് പാടില്ല. പിന്നെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒരു മൂടില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പരിപാടി വാ, ഞാൻ പോകുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ദേവൻ കഥകളുടെ അകത്തേക്ക് കയറി. പുറകെ തച്ചു. ദേവാ, ദേവാ, എന്താടാ? എനിക്ക് രൂപയൊന്ന് കാണണം, ഒന്ന് സഹായിക്കടാ. അത് രാവിലെ കാണാം. എവിടെ പോയി കിടക്കാൻ നോക്ക് പ്ലീസ്. എനിക്കിപ്പോ കാണണം, ഒന്ന് സഹായിക്കണം. ഒരു 5 മിനിറ്റ് പ്ലീസ്.
ഇത് വലിയ ശല്യായാലും. ശരി നടക്ക്. ഭദ്രയും രൂപയും നന്ദൂട്ടിയുടെ കൂടെ കിടക്കുന്നു. അവളുടെ മുറി കാണും. എല്ലാം അറിയാലേ കൊച്ചു കള്ളൻ. എടാ അടി ഉണ്ടാക്കാൻ പോകില്ലേ? ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കാതെ പമ്മി പമ്മി നടക്ക്. മുന്നിൽ നടക്കുന്ന ദേവൻ നോക്കി ദശു പറഞ്ഞു. ഇത് നമ്മുടെ വീടല്ലേ, പിന്നെന്തിനാ നേരെ നടന്നു പോയ പോരെ? നോ, പമ്മി പമ്മി, അതാണ് അതിന്റെ രീതി. ഡു വാട്ട് ഐ സേ. എല്ലാം അറിയാലോ. എന്തുവാടെ ഇതന്നായിരുന്നു പണി? കാലിന് മടക്കിയൊന്നും തന്നാ തീരും തന്റെ ഈ പമ്മല്. കഥക് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. ഇത് കണ്ട് ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായ ശ്രീശാന്തിന്റെ അവസ്ഥയാണ് ദശു. എന്നാൽ ദേവൻ നേരെ ചെന്ന് കഥകിൽ മുട്ടി. എടാ